തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകൾ തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ലഭ്യമായ വിവരം. ഇപ്പോൾ തൃശൂരിലെ ഒരു സാഹചര്യം എന്താണ്? തീരദേശത്ത് നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ ലിഷോയ്? ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള മുനക്കക്കടവ് ഹാർബറിലാണ്. ഇന്നിപ്പോൾ വളരെ ശക്തമായ കാറ്റും മഴയുമായിരുന്നു ഈ ചാവക്കാട് പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ഈ കടൽ തീരത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് പോയത്. അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്ക് കാറ്റും മഴയുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഹാർബർ ഭാഗത്തേക്ക് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ തന്നെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിൽ പോയിട്ടില്ല. ഈ ഹാർബറിൽ നിന്നുള്ളവരാരും തന്നെ കടലിൽ പോയിട്ടില്ല. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത്രത്തോളം കാറ്റും മഴയും ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കപ്പൽ ചെരിഞ്ഞതിൽ നിന്ന് പുറത്തു വന്ന കണ്ടെയ്നറുകൾ അത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ ആണ് വന്നടിയാനുള്ള സാധ്യത കൂടുതലായി പറയുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ തന്നെ ചില ആശങ്കകളുടെ കാരണം മറ്റൊന്നുമല്ല, സാധാരണഗതിയിൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ ഹാനികരമാകുന്ന രീതിക്കുള്ള വസ്തുക്കളാണ് അതിലുള്ളതെങ്കിൽ അത് ഈ മത്സ്യബന്ധനത്തിനെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ തന്നെ കാര്യമായി ബാധിക്കും. നിങ്ങളൊക്കെ ഏത് രീതിക്കായിരിക്കും ഇത് ബാധിക്കുക? മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിക്ഷോഭം പ്രതീക്ഷിച്ച് വലിയൊരു ആശങ്കയിലാണ് തീരദേശവാസികൾ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വന്നത്. പക്ഷേ ഞങ്ങൾക്ക് തീരദേശവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലായിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലകളിൽ ഞാൻ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് വളരെ തീവ്ര ഉള്ള ഒരു കെമിക്കലാണ് ഈ പോയിട്ടുള്ളത്. ഈ സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഹൈലി ഫ്ലമബിൾ ആയിട്ടുള്ള ഒരു വാതകമാണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീരദേശത്ത് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരദേശവാസികൾ ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം എന്ന് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു. പോകുന്നവർക്കാണല്ലോ ഏറ്റവും അധികം ഇതിലൊരു റിസ്ക് ഉള്ളത്. കാരണം അവർ പോകുന്ന സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പം തന്നെ മത്സ്യസമ്പത്ത് വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം വാതകങ്ങൾ നിരന്തരമായിട്ട് വലിയ കപ്പലുകൾ പോകുമ്പോഴൊക്കെ ചോർച്ച സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുമൂലം മീനുകൾ ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് മത്സ്യബന്ധനം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഏറെക്കുറെ സുരക്ഷിതമാണ്. പക്ഷേ അവർ നാളെയോ മറ്റന്നാളോ ഇത് ന്യൂനമർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ വലിയ അപകടത്തിന് അവർക്ക് സാധ്യത കൂടുതലാണ്. ഈ കപ്പലിൽ നിന്നുള്ള ഈ ഒരു ചരക്കുകളുടെ ചോർച്ച. ഈ ചേട്ടാ, നിങ്ങൾ ഇന്നിപ്പോൾ പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ലല്ലോ ഇവിടെ നിന്ന്? ആരും പോയിട്ടില്ല. ഈ ഇങ്ങനെ കണ്ടെയ്നറുകൾ അതൊക്കെ വരികയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് അടിയാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതായത് ഈ ചാവക്കാട് മേഖലയിലൊക്കെ കൊച്ചിയിലൊക്കെ ഉണ്ടാകും. അറിയില്ല അതിനെ കുറിച്ച്. ഇപ്പോഴത്തെ ഒരു വെള്ളത്തിന്റെ ഗതി എങ്ങനെയാണ്? ഇപ്പോഴത്തെ വെള്ളത്തിന്റെ ഗതിക്കനുസരിച്ച് തെക്കോട്ട് കാണാൻ സാധ്യത. എറണാകുളം ഭാഗത്തൊക്കെ തന്നെ കിട്ടാൻ സാധ്യത. നമുക്ക് ഇപ്പൊ നിലവിൽ മത്സ്യബന്ധനത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കടലിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോഴത്തെ? കടലും ക്ഷോഭായി കിടക്കണം. കടലിൽ ഭയങ്കര ക്ഷോഭമാണല്ലോ. ഭയങ്കര ക്ഷോഭമായിട്ട് കിടക്കണം. ഇന്നിപ്പോ ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. ഒറ്റ ബോട്ടും പോയിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെയാണോ? അല്ലല്ല, ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ. പിന്നെ ആരും പോയിട്ടില്ല. ബോട്ടുകൾ പോയിട്ടില്ല. ഈ മത്സ്യലഭ്യതയ്ക്ക് എങ്ങനെയാ പൊതുവില്? മൊത്തത്തിന് മോശം തന്നെ പണി. അങ്ങനെ കാര്യപ്പെട്ട് പണിയൊന്നും നടന്നിട്ടില്ല. ഇങ്ങനെ ഈ കണ്ടെയ്നറിന്റെ ഇത് കടലിലേക്ക് പതിച്ചു എന്നുള്ളൊരിത് ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? അതിന്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ടോ? അതിനെ കുറിച്ച് അത്രത്തോളം ഗ്രാവിറ്റിയിൽ അറിയുന്നുണ്ടാവില്ല അല്ലേ? ഇല്ലല്ല, അറിയില്ല. അതാണ് പലർക്കും ഇതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു അപകടാവസ്ഥ എന്നുള്ളത് അറിയില്ല. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർ നടപടികളൊക്കെ തന്നെ എന്നുള്ള കാര്യവും അറിയില്ല. ഈ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലിഷോയ് ചാവക്കാട് തീരത്തു നിന്നുമാണ് ലിഷോയ് റിപ്പോർട്ട് ചെയ്തത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. കാരണം അപകടകരമായ രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറിൽ ഉണ്ട് എന്നുള്ളതാണ് അവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. അതേപോലെ ഇത് കടലിൽ കലർന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിനും അതേപോലെ തന്നെ മത്സ്യസമ്പത്തിനുമൊക്കെ വലിയ ദോഷമുണ്ടാക്കുമെന്നതടക്കമുള്ള ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്.